ഓരോ മിനിറ്റിലും എനിക്ക് ഫോൺ കോൾ വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല, എന്തായാലും എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് പറയേണ്ടത്. ഇയർ ഔട്ട് എന്ന് പറയുന്ന ഒരു കാര്യം യൂണിവേഴ്സിറ്റിയിലുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. മാഡം, ഇയർ ഔട്ട് നടക്കുമോ എന്ന് ചോദിച്ച് എൻ്റെ കുട്ടികളെല്ലാം വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഏത് സമയത്തും ഫോൺ വിളിയാണ്. രാത്രി 1 മണിക്കും 2 മണിക്കും എല്ലാം കുട്ടികൾ ആദ്യോടെ വിളിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇറങ്ങി പോകുമ്പം ഡിഗ്രി മാത്രമല്ല കൊണ്ടുപോകേണ്ടത്, ഉത്തരവാദിത്വവും അതുപോലെ തന്നെ സ്വഭാവത്തിലുണ്ടാകുന്ന കുറേ ഏകീകരണവുമുണ്ട്. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു വ്യക്തിയെ വെച്ചിട്ട് ഞാൻ പറയാം. കറേജ്, പേഷ്യൻസ്, പെർസിവിയറൻസ്. യങ് ജനറേഷൻ ഇല്ല എന്ന് മുതിർന്ന തലമുറ പറയുന്ന 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളൂടെ പറയാം. തോമസ് ആൽവ എഡിസൺ ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചതാണ്. അദ്ദേഹം ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം 10,000 തവണ തോറ്റു. 10,000 തവണ തോറ്റിട്ടാണ് അദ്ദേഹം വിജയം കൈവരിച്ചത്. ആ സമയത്ത് അദ്ദേഹം വിജയം കൈവരിച്ച് ബൾബ് കത്തിച്ച് കൈവച്ച് മീഡിയക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് തവണ തോറ്റുപോയിട്ടില്ലേ, അതേപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ 10,000 മാർഗങ്ങൾ അതിലോട്ട് എത്തിച്ചേരില്ല എന്നുള്ളത് മനസ്സിലാക്കി എടുത്തു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ കുട്ടികൾ ഒരു തവണ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ വാഗ വിഷമിക്കും. നിങ്ങൾ വിചാരിക്കും, എന്നെക്കൊണ്ട് അതിനുള്ള പ്രാപ്തി ഇല്ലയോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കും. 2ാമത്തെ തവണ തോക്കുമ്പം നിങ്ങൾ ഡിപ്രഷൻ ആകും. നിങ്ങൾ വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് സ്ട്രെസ്സാണ്, ഞങ്ങൾക്ക് പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ആ സ്ട്രെസ്സാണെന്ന് പറയുന്നു 2ാം തവണ തോക്കുമ്പം. 3ാം തവണ ആയി കഴിയുമ്പോൾ പിന്നെ എന്താണ്, ജീവിതം തന്നെ തീർന്നു എന്ന് വിചാരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, 10,000 തവണ തോറ്റിട്ട് വിജയിയായി നമ്മുടെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണിച്ചിട്ടാണ് പറയുന്നത്, ഇദ്ദേഹത്തെ നോക്കൂ, അദ്ദേഹം ആ 2ാം തവണ തോറ്റിട്ട് പരാജയപ്പെട്ട് പിന്മാറിയിരുന്നെങ്കിൽ നമ്മൾ ഇന്നും ഇരുട്ടത്തെ ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പരാജയങ്ങളെ ജീവിതത്തിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നൊക്കെ പറയും. ഞാൻ പറയും, പരാജയങ്ങൾ വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആ വിജയം കൈവരിക്കണമെങ്കിൽ എല്ലാവരും പരാജയങ്ങളിലൂടെ തന്നെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് പരാജയങ്ങളെയും കൂടെ എടുക്കാൻ എൻ്റെ കുട്ടികൾ പഠിക്കണമെന്ന് ഉള്ള കാര്യവും പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ വിജയാശംസകളും. ഇനിയുള്ള 25 വർഷം ഇതിന് ഏറെ നേട്ടങ്ങൾ കൊയ്യാനുണ്ട്. MLA പറഞ്ഞതുപോലെയൊക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരുന്നു. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. തിരുമേനിക്കൊക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു യൂണിറ്റ് ഇവിടെ കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിക്കാം. അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനം പറന്നുയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.